ഇന്ന് ഞാൻ ചെമ്മീൻ വെച്ചിട്ടുള്ള നല്ലൊരു കറിയാണ് കാണിക്കുന്നത്. ചെമ്മീൻ മുളകിട്ടെന്നോ ചെമ്മീൻ മസാലക്കറി എന്നൊക്കെ ഇതിന് വിളിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണ് നമുക്കൊന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 500 ഗ്രാം ചെമ്മീൻ വേണം. അത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തതാണ്. പിന്നെ 2 നല്ല പഴുത്ത തക്കാളി വേണം, ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 പച്ചമുളക്, പിന്നെ 2 മീഡിയം സൈസ് സവാള വേണം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, പിന്നെ കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, കറി ലീവ്സ്, മല്ലിയില, പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. നമുക്ക് എന്നിട്ട് ആദ്യം ഒന്ന് ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ കറി ആക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു കളർ കിട്ടും. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ ചേർത്താൽ മതി, കാരണം കറിയിൽ നമുക്ക് ഉപ്പ് ചേർക്കുമ്പോൾ കൂടിപ്പോണ്ട. അപ്പോൾ ഒന്ന് ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഈ മുളക് പൊടി ഞാൻ അളവിൽ പറഞ്ഞ മുളക് പൊടിയല്ല, എക്സ്ട്രാ വേറെ 1/4 ടീസ്പൂൺ മുളക് പൊടി ഇതിൽ ചേർത്തതാണ്. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ചെമ്മീൻ ഒരു 15 മിനിറ്റ് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചെമ്മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ചെമ്മീൻ ഇങ്ങനെ എല്ലാം ഒന്ന് ലെവലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെമ്മീൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി വന്ന് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്ന വരെ വേവിച്ചിട്ടെടുക്കുക. അപ്പോഴത്തേക്കും ചെമ്മീൻ കുക്കായിട്ടുണ്ടാകും. ഈ സമയത്ത് കുറച്ച് കറി ലീവ്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെമ്മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, ചെമ്മീൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ചെമ്മീൻ കംപ്ലീറ്റ് ഈ എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഈ എണ്ണയിൽ തന്നെയാണ് നമുക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഈ എണ്ണയിലിട്ട് വഴറ്റുമ്പോൾ നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ സമയത്ത് കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും നമുക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് നല്ല കളറായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ സവാള നല്ല വഴന്ന് വരണം, അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് നമുക്ക് വഴന്ന് വരാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വഴറ്റി കൊടുക്കണം. കറി ലീവ്സ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇത് നല്ലൊന്ന് വഴന്ന് വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ സവാളയൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വഴന്ന് വരാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 തക്കാളിയിൽ നിന്ന് കുറച്ച് തക്കാളി, ഹാഫ് തക്കാളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം തക്കാളി ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ല വഴന്ന് ഉള്ളിനായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്താണ് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തക്കാളി നല്ലോണം വഴന്ന് വരണം. ഈ സമയത്ത് എല്ലാ പൊടികളും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വലിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ മസാലൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഒരു 5 മിനിറ്റ്, ഒരു 3-4 മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ചിട്ട് അതിൻ്റെ മസാലയൊക്കെ നല്ല വേവണ വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്കിനി ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്തിട്ട് ഇപ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. നമുക്ക് ഇതിൽ തേങ്ങാപ്പാലും ചേർക്കുന്നുണ്ട്, അപ്പോൾ വെള്ളം കൂടി പോണ്ട. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മസാല വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ മസാല വെന്തുകൊണ്ട് നമുക്ക് നോക്കാം. മസാലയൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കണം.
എന്നിട്ട് അപ്പോൾ കുറച്ച് വെള്ളം പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർക്കരുത്, കാരണം കറി പാകമായതിലേക്ക് ചൂടുവെള്ളം ചേർത്താൽ അതിന് കറിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. പിന്നെ ആവശ്യത്തിനൊക്കെ ഉപ്പ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് മസാല ഒക്കെ ചെമ്മീൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചെമ്മീനൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ചേർക്കണം, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക. പിന്നെ 2-3 മിനിറ്റ് ഒന്ന് തളിച്ചാൽ മതിയാകും. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ സമയത്ത് മാറ്റി വെച്ചിട്ടുള്ള 1/2 പീസ് ടൊമാറ്റോ ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലും കറി ലീവ്സൊക്കെ ആവശ്യത്തിന് സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ടൊമാറ്റോ ഒന്ന് നല്ല വെന്ത് വരേണ്ട ആവശ്യമില്ല, ചൂട് കിടന്നിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ കറിയൊക്കെ നല്ലോണം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.